നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ തങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഓർമ്മയിലാണ്. 2000 വർഷം മുൻപ് യെരുശലേമിൽ തന്നെ ന്യായം വിധിച്ച ന്യായാധിപൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞിട്ട് അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും അനീതി നിറഞ്ഞ ഒരു തീരുമാനമെടുക്കുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ദൈവശാസ്ത്രപരമായി അതിന് പല കാരണങ്ങളുണ്ടായേക്കാം. ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയിൽ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു പ്രൊജക്റ്റ് നിറവേറപ്പെടുകയാണ്. എന്നാൽ അന്നത്തെ യെരുശലേമിൽ ജനക്കൂട്ടം ഒന്നിച്ച് റോമൻ ഭരണകൂടം യേശുവിനെ ക്രൂശിച്ചു. അനീതി നിറഞ്ഞ ഒരു ശിക്ഷാവിധി എന്ന് നമുക്ക് പൊതുവിൽ അതിനെ പറയാം. എന്നാൽ ഇന്ന് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ യേശുക്രിസ്തു നമ്മുടെ സമൂഹത്തിലേക്ക് വന്നാൽ നാം എപ്രകാരമായിരിക്കും യേശുവിനെ സ്വീകരിക്കുവാൻ പോകുന്നത്? അത്തരമൊരു അന്വേഷണമാണ് എൻ്റെ ഈ ചെറിയ വാക്കുകൾ. ദയവായി ശ്രദ്ധിക്കുക. ജനനിബിഡമായ യെരുശലേം പട്ടണത്തിലേക്ക് പ്രസന്നമായ മുഖത്തോടെ ഒരു യുവാവ് രംഗപ്രവേശം ചെയ്യുകയാണ്. അവൻ്റെ കണ്ണുകൾ ചിലപ്പോൾ ജ്വലിക്കുന്ന കനല് പോലെ തീക്ഷ്ണമായിരുന്നു. മറ്റു ചിലപ്പോൾ അത് തിരയടങ്ങിയ ഗലീല കടൽ പോലെ ശാന്തവും പുലർക്കാല മഞ്ഞുപോലെ ആർദ്രവുമായിരുന്നു. പലപ്പോഴായി പ്രത്യക്ഷപ്പെടുന്ന ആ യുവാവിനെ കുറിച്ച് ആ നഗരത്തിന് പല അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ കരുതുന്നത് അവനൊരു പ്രവാചകനാണെന്നാണ്. എന്നാൽ അധികാരവർഗത്തിന് അവൻ അപകടകാരിയാണ്. ജനങ്ങൾ തുറന്നു പറയുവാൻ ഭയന്ന് ഉള്ളിലൊതുക്കിയ അപ്രിയ സത്യങ്ങൾ ഭയലേശമില്ലാതെ പരസ്യമായി വിളിച്ചു പറയുവാൻ ചങ്കൂറ്റമുള്ള ഒരാൾ വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് സാധാരണക്കാരിൽ അധിക പങ്കും. അവർ വളരെ പ്രതീക്ഷയോടെ അവൻ്റെ ചുറ്റും തിക്കിത്തിരക്കി. അന്നുവരെ കേട്ടിട്ടില്ലാത്ത അധികാരമുള്ള സ്വരത്തോടെയാണ് അവൻ അവരോട് സംസാരിക്കുന്നത്. വെറുമൊരു പ്രസംഗമല്ലത്. മതത്തിൻ്റെ മറവിൽ തഴച്ചു വളർന്ന സാമ്പത്തിക വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നു. സമൂഹത്തിൽ ആദരണീയരായി നടന്നിരുന്നവരുടെ മുഖത്തു നോക്കി അവരുടെ കാപട്യങ്ങളെ തുറന്നു കാണിക്കുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഉത്തരങ്ങൾ നൽകുന്നു. ചിലപ്പോൾ അവനോട് ചോദ്യം ചോദിക്കുന്നവരോട് മറുചോദ്യങ്ങൾ ചോദിക്കുന്നു. കേവലമായ മുദ്രാവാക്യങ്ങൾ നൽകി അവൻ ആരെയും ആവേശം കൊള്ളിക്കുന്നില്ല. അവൻ്റെ വാക്കുകളിലും രീതികളിലും വല്ലാതെ പ്രകോപിതരായ അധികാരവർഗം ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തുന്നു: ഇവൻ ഇനി ഇവിടെ വേണ്ട. തുടർന്ന് സംഭവിച്ചതെല്ലാം നമുക്ക് പരിചിതമാണ്. സാക്ഷികളെ വിലക്കെടുത്തും സത്യങ്ങൾ വളച്ചൊടിച്ചും അവർ കരുനീക്കങ്ങൾ ഒന്നൊന്നായി നടത്തുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അവൻ്റെ വാക്കുകൾ അളന്നു മുറിക്കപ്പെട്ടു. അവൻ്റെ മൗനം പോലും ഒരു കുറ്റസമ്മതമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അവനിൽ മരണയോഗ്യമായതൊന്നും കണ്ടില്ലെങ്കിലും അന്നത്തെ റോമൻ ഗവർണറായ പീലാത്തോസ് അവനെ വധശിക്ഷയ്ക്ക് അനുമതി നൽകുന്നു. പുരോഹിതന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനക്കൂട്ടം അവർക്ക് പ്രിയപ്പെട്ട കൂടുതൽ സുരക്ഷിതനായ ഒരു കുറ്റവാളിയെ മോചിപ്പിക്കുവാൻ ഗവർണറോട് ആവശ്യപ്പെടുന്നു. കാര്യങ്ങൾ പന്തിയല്ലെന്ന് മനസ്സിലാക്കുന്നതോടെ ആ യുവാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായി വൃന്ദം പതിയെ ചിതറിപ്പോകുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അവനെ ഒറ്റിക്കൊടുക്കുന്നു. മറ്റൊരുവൻ അവനെ അറിയില്ലെന്ന് നിഷേധിച്ചു പറയുന്നു. അങ്ങനെ ആ സാമ്രാജ്യം അവനെ ക്രൂശിലേക്ക് നയിക്കുന്നു. ഇതൊക്കെ 2000 വർഷം മുമ്പ് പലസ്തീനായിൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. ആ ഓർമ്മയിലാണ് ലോകം ഈ ആഴ്ചയിൽ പെസഹയും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററുമൊക്കെ ആഘോഷിക്കുന്നത്. എന്നാൽ ഞാൻ തികച്ചും പ്രസക്തമായ ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നു. യേശു ഇന്ന് ഈ ആധുനിക കാലത്ത് തിരികെ നമ്മുടെ മധ്യത്തിലേക്ക് വന്നാൽ നാം എങ്ങനെയായിരിക്കും അവനെ സ്വീകരിക്കുന്നത്? നാം വീണ്ടും അവനെ ക്രൂശിക്കുമോ? ഈ ചോദ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നാം ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കണം. യേശുവിൻ്റെ മരണം വെറുമൊരു ആത്മീയ കഥ മാത്രമല്ല, അതൊരു ദൈവശാസ്ത്ര പദ്ധതി മാത്രമല്ല, അതൊരു ചരിത്ര സത്യമാണ്. റോമൻ ഭരണകൂടത്തിന് കീഴിൽ പൊന്തിയോസ് പീലാത്തോസിനാൽ നസ്രയനായ യേശു വധിക്കപ്പെട്ടു എന്നത് സുവിശേഷങ്ങൾ മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് തൻ്റെ അന്നൽസ് എന്ന ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്ത് പീലാത്തോസിൻ്റെ കൈകളാൽ യേശുക്രിസ്തു വധിക്കപ്പെട്ടു എന്നത് തർക്കമില്ലാത്ത ചരിത്ര വസ്തുതയാണ്.
പക്ഷെ അതിൻ്റെ പിന്നിലെ ചാലക ശക്തികൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഗവർണറായ പീലാത്തോസ് യേശുവിനെ ക്രൂശിച്ചത് തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ 3 തവണ ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ആ ഗവർണർ ആവർത്തിച്ചു പറയുന്നുണ്ട്. ലോകചരിത്രത്തിൽ കുറ്റമൊന്നുമില്ലാത്തവനെ ഒരു ഗവർണർ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലും പീലാത്തോസിന്റെ ഈ സന്ദേഹം നമുക്ക് വ്യക്തമായി കാണാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന പീലാത്തോസിന്റെ കൈകഴുകൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. യേശുവിനെ വിട്ടയക്കുവാൻ അധികാരമുണ്ടായിട്ടും പീലാത്തോസ് വധശിക്ഷയ്ക്ക് ഉത്തരവിടുന്നു. ഇത് അവനുണ്ടായിരുന്ന വ്യക്തിപരമായ വിരോധം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഇതിനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊവാഡിസ് എന്ന് വിളിക്കാം, അഥവാ സ്ഥാപനപരമായ ഭീരുത്വം. നീതി നടപ്പാക്കുന്നതിനേക്കാൾ ലാഭകരം ഒരു നിരപരാധിയെ കൊല്ലുന്നതാണെന്ന് ഭരണകൂടം കണക്കുകൂട്ടിയാൽ സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തമാണിത്. ലോകചരിത്രത്തിൽ മറ്റു പലയിടത്തും നമുക്കിത് കാണുവാൻ സാധിക്കും. മതനേതൃത്വത്തിൻ്റെ യുക്തിയും സമാനം തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 48-ാം വാക്യത്തിൽ അവർ പറയുന്നത് നോക്കുക. നാം അവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും, റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജാതിയെയും നശിപ്പിക്കും. ഇതൊരു ആത്മീയ ഭാഷയല്ല, ഇതൊരു സിസ്റ്റത്തിൻ്റെ, ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഷയാണ്. ദൈവത്തെക്കുറിച്ച് കഠിനമായ കാര്യങ്ങൾ പറഞ്ഞു എന്നതല്ല യേശുക്രിസ്തുവിൻ്റെ കുറ്റം. അതല്ല അവനെ അപകടകാരിയാക്കുന്നത്. മറിച്ച് തങ്ങൾ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് അധികാരവർഗം വിശ്വസിച്ചു വെച്ചിരുന്ന ആ വ്യവസ്ഥിതിയെ, ആ സിസ്റ്റത്തെ അവൻ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. മഹാപുരോഹിതനായ കയ്യഫ ഇത് കുറച്ചുകൂടെ ക്രൂരമായ ഭാഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്നെന്ന്, ജാതി മുഴുവനും നശിച്ചു പോകാതിരിക്കുന്നത് ഗുണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 50-ാം വാക്യമാണിത്. അതൊരു ആശയക്കുഴപ്പമല്ല, അതൊരു കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു. നിങ്ങളിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ കേവലം ഒരു തെറ്റിദ്ധാരണയാൽ സംഭവിച്ചതല്ലെന്ന് മനസ്സിലാകും. പല താല്പര്യങ്ങളുടെ ഒരു ഒത്തുചേരലായിരുന്നു അത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പലരുടെ താല്പര്യങ്ങളുടെ ഒത്തുചേരൽ. യൂദ പണത്തിനായി ഒറ്റിക്കൊടുത്തു. പരീശന്മാർ അസൂയ മൂലം കള്ളസാക്ഷികളെ തേടി. പത്രോസ്, അവൻ്റെ ശിഷ്യൻ, ഭയം കൊണ്ട് തള്ളിപ്പറഞ്ഞു. പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുവാൻ പീലാത്തോസ് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല ഇതിന് ഉത്തരവാദികൾ. റോമൻ സാമ്രാജ്യമാണ് ക്രൂശീകരണം നടപ്പിലാക്കിയത് എന്നത് സത്യം. എന്നാൽ സുവിശേഷങ്ങൾ നൽകുന്ന ചിത്രം ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെതാണ്. മതപരമായ ഉത്കണ്ഠകൾ, രാഷ്ട്രീയ ലാഭങ്ങൾ, ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദം, വ്യക്തിപരമായ ചതി, ഇതിനെല്ലാം ഇടയിൽ നമ്മുടെ ഭയത്തിന് പകരമായി ഒരു മനുഷ്യൻ വില കൊടുക്കട്ടെ എന്ന പൊതുവായ മനോഭാവം. അതുകൊണ്ട് ഈ ചോദ്യം ഇന്നും പ്രസക്തമാകുന്നു. ഇന്ന് യേശു നമ്മുടെ പട്ടണത്തിലേക്ക് വന്നാൽ നാം അവനെ എങ്ങനെ സ്വീകരിക്കും? നാം അവനെ ക്രൂശിക്കുമോ? നാം ഏതുതരം യേശുവിനെയാണ് സ്നേഹിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ചോദ്യങ്ങളുടെ ഉത്തരം. നമ്മുടെ താല്പര്യങ്ങൾക്കിണങ്ങുന്ന, നമ്മെ ഒരിക്കലും ചോദ്യം ചെയ്യാത്ത, നമ്മുടെ വിജയങ്ങൾക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ആകാൻ കഴിയുന്ന ഒരു യേശുവിനെയാണോ നാം തിരയുന്നത്? എങ്കിൽ നാം അവനെ ക്രൂശിക്കുകയില്ല. നാം അവനെ സ്റ്റേജുകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരും. സോഷ്യൽ മീഡിയ അവൻ്റെ ദൃശ്യങ്ങളും വാക്കുകളും കൊണ്ട് നിറയും. അവന് വേണ്ടി ആർത്തലയ്ക്കാനും പടക്കം പൊട്ടിക്കാനും നാം മുന്നിട്ടിറങ്ങും. പക്ഷെ ബൈബിളിൽ നാം കാണുന്ന യേശു അങ്ങനെയുള്ളവനല്ല. 4 സുവിശേഷങ്ങളും പരിചയപ്പെടുത്തുന്ന യേശു ആരെയും പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നില്ല. ആരുടെയും ധാർമ്മികമായ അഹംഭാവത്തെ യേശു തൃപ്തിപ്പെടുത്തുന്നില്ല. അവൻ ഒരു ചേരിയിലും ചേരുന്നില്ല. യഹൂദന്മാർക്ക് തെറ്റായ ദിവസം അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. സമൂഹം പുറന്തള്ളിയവരെ അവൻ ചേർത്ത് പിടിക്കുന്നു.
മതപരമായ കാപട്യങ്ങളോട് അവൻ അസാധാരണമായ കാഠിന്യത്തോടെ സംസാരിക്കുന്നു. രാഷ്ട്രീയമായ കരുനീക്കങ്ങൾക്ക് അവൻ വഴങ്ങുന്നില്ല. തനിക്ക് ലാഭമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളിൽ പോലും അവൻ അതൊരു അലങ്കാരമായി മാറ്റുവാൻ തയ്യാറല്ല. അവനെ ആളുകൾ വെറുത്തത് അവൻ ദുരൂഹതകൾ നിറഞ്ഞ വ്യക്തിയായതുകൊണ്ടല്ല, മറിച്ച് അവൻ അത്രമേൽ സാധാരണക്കാരനായി ലാളിത്യത്തോടെ അവർക്കിടയിൽ ജീവിച്ചതുകൊണ്ടാണ്. ജനങ്ങൾ യേശുവിനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അവനെ ക്രൂശിച്ചതെന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് തങ്ങൾ കാത്തിരുന്ന മശിഹയും ദൈവപുത്രനുമാണ് അവനെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ യഹൂദന്മാർ അവനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന്. ഒരിക്കലുമല്ല. സുവിശേഷങ്ങളിലെ ശത്രുതയുടെ വലിയൊരു ഭാഗവും വരുന്നത് തങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യവസ്ഥിതികൾക്ക്, സിസ്റ്റത്തിന്, രീതികൾക്ക് എതിരെ അവനൊരു ഭീഷണിയായി മാറിയെന്ന് കൃത്യമായി അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അവൻ കൊല്ലപ്പെട്ടത് നിരുപദ്രവകാരിയായതുകൊണ്ടല്ല, മറിച്ച് അവനെ ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ദൈവാലയമുറ്റത്ത് കച്ചവടം നടത്തുന്നവരെ പുറത്താക്കുന്ന യേശുവിനെ ഒന്ന് സങ്കല്പിക്കുക. അവൻ്റെ മുഖത്ത് നാം കാണുന്നത് വെറുമൊരു ദേഷ്യമല്ല, ആരാധനയും പണവും അധികാരവും ഒത്തുചേരുന്ന ആ സംവിധാനത്തെയാണ്, ആ സിസ്റ്റത്തെയാണ് അവൻ വെല്ലുവിളിക്കുന്നത്. അതാണ് അവർ യേശുവിനെ വെറുക്കുവാൻ കാരണം. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, പണമാക്കി മാറ്റാൻ കഴിയാത്ത, ലഘൂകരിക്കാൻ സാധിക്കാത്ത ആ ശബ്ദം ഏത് കാലഘട്ടത്തിലും ഒരു വെല്ലുവിളിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. രൂപങ്ങൾ മാറിയേക്കാം, പക്ഷേ ഘടന മാറുന്നില്ല. ഇന്ന് ഈ ആധുനിക കാലത്ത് ആ വ്യവസ്ഥിതികൾ റോമൻ ഭരണകൂടത്തിൻ്റെതല്ല. സഭകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, പിന്നെ ആർക്ക് എന്ത് പറയാമെന്ന് തീരുമാനിക്കുന്ന ഡിജിറ്റൽ ലോകം. വിശദാംശങ്ങൾ കുറേ മാറിയിട്ടുണ്ടാകാം, പക്ഷെ പ്രലോഭനം പഴയതു തന്നെയാണ്. സ്ഥാപനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത, സിസ്റ്റത്തിന് വഴങ്ങിക്കൊടുക്കാത്ത ഒരു ശബ്ദത്തെ ഏതൊരു കാലഘട്ടവും ഒരു ഭീഷണിയായി തന്നെ കാണും. ചിലപ്പോൾ ആ ഭീഷണി രക്തച്ചൊരിച്ചിലിൽ അവസാനിക്കണമെന്നില്ല. ചിലപ്പോൾ അത് യേശുവിൻ്റെ വചനങ്ങളെ വളച്ചൊടിക്കുന്നതിൽ, ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ അവസാനിച്ചേക്കാം. ചിലപ്പോൾ അവനെ മനോഹരമായ രൂപക്കൂടുകളിൽ വെച്ച് എഴുന്നള്ളിക്കുന്നതിൽ, മറ്റു ചിലപ്പോൾ അവനെ ഉപയോഗിച്ച് അത്ഭുതങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ. ഇങ്ങനെയൊക്കെ അത് അവസാനിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതായത് കയ്യിലോ കാലിലോ ആണിയടിക്കാതെ, ചുറ്റിക ഉപയോഗിക്കാതെ തന്നെ ഒരാളെ നിശബ്ദനാക്കുവാനുള്ള ധാരാളം വഴികൾ ഇന്നുണ്ട്. പിന്നെ ജനക്കൂട്ടം അവിടെ ഉണ്ടെന്നേ. പീലാത്തോസ് വഴങ്ങിക്കൊടുത്തത് ആ ജനക്കൂട്ടത്തെ തൃപ്തരാക്കാൻ വേണ്ടിയായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് എത്രത്തോളം വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുകയായിരുന്നു. ഇന്ന് ലോകമെങ്ങുമുള്ള നമ്മുടെ മലയാളി സമൂഹത്തിൽ പോലും നാം ഇത് കാണാറില്ലേ? സത്യത്തിന് വേണ്ടി നിൽക്കുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് സുരക്ഷിതമെന്ന് നമ്മളും ചിന്തിക്കാറില്ലേ? മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്രൂശീകരണം എന്നത് വെറുമൊരു ആൾക്കൂട്ട കൊലപാതകമല്ല. അതൊരു ലീഗൽ പ്രൊസീജിയർ ആയിരുന്നു. അറസ്റ്റ് ഉണ്ടായിരുന്നു, ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിരുന്നു, ഒടുവിൽ ഭരണകൂടത്തിൻ്റെ അനുമതിയോടെയുള്ള ശിക്ഷാവിധിയും ഉണ്ടായിരുന്നു. അതായത് ഒരു കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്തം പങ്കിട്ട് നൽകുന്ന രീതി ആ കഥയെ നമുക്ക് സുപരിചിതമാക്കുന്നു. അതിൽ ഉൾപ്പെട്ട ആരും ഞാനൊരു വലിയ തിന്മ ചെയ്യുന്നു എന്ന് അപ്പോൾ ചിന്തിക്കുന്നേയില്ല. ഒരാൾ ഒപ്പിടുന്നു, ഒരാൾ കൈ കഴുകുന്നു, മറ്റൊരാൾ ഒറ്റിക്കൊടുക്കുന്നു, കുറേ ആളുകൾ നോക്കി നിന്ന് ഇതെല്ലാം കാണുന്നു. എല്ലാവരും ഒരേപോലെ കുറ്റക്കാരായി മാറുന്ന അവസ്ഥ. ശിഷ്യന്മാരുടെ കാര്യം പോലും സുവിശേഷങ്ങൾ മറച്ചു വെക്കുന്നില്ല. പത്രോസ് യേശുവിനെ സ്നേഹിച്ചില്ല എന്ന് പറയുവാൻ ഒക്കുമോ? അല്ല. പക്ഷേ സിസ്റ്റത്തിൻ്റെ സമ്മർദ്ദമേറിയപ്പോൾ, യേശുവിനോടൊപ്പം നിൽക്കുന്നത് തൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ, ഭയം എന്നത് വഞ്ചനയുടെ മറ്റൊരു രൂപമായി മാറി. അവിടെയാണ് ഈ ചോദ്യം ചരിത്രത്തിന് അപ്പുറത്തേക്ക് വളർച്ച പ്രാപിക്കുന്നത്, നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നത്. നമ്മുടെ സൗകര്യങ്ങൾക്കോ രാഷ്ട്രീയത്തിനോ നമ്മുടെ വരുമാനത്തിനോ ഭീഷണിയാകുന്ന ഒരു രൂപത്തിൽ ക്രിസ്തു ഇന്ന് കടന്നു വന്നാൽ നാം എന്തു ചെയ്യും? നാം അവനോടൊപ്പം നിൽക്കുമോ? അതോ രംഗവേദിയിൽ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കളി കാണുമോ? 1 പത്രോസ് 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു വലിയ സത്യമുണ്ട്.
ന്യായവിധി ദൈവഗൃഹത്തിൽ തുടങ്ങുവാൻ കാലമായല്ലോ. ലോകം യേശുവിനെ തള്ളിക്കളയും എന്നതല്ല നമ്മെ വിഷമിപ്പിക്കേണ്ട കാര്യം. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ അവൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന നമ്മൾ തന്നെ അവനെ നിയന്ത്രിക്കുവാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവനെ രൂപപ്പെടുത്തുവാനും ശ്രമിക്കുമ്പോൾ നമ്മൾ അവനെ ഒരു ഉപകരണം മാത്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് നമ്മെ വിഷമിപ്പിക്കേണ്ടത്. അനുഗ്രഹിക്കുന്ന ഒരു യേശുവിനെ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ ക്രിസ്തീയ രീതികൾക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ മേശകൾ മറിച്ചിടുന്ന, കാപട്യങ്ങളെ തുറന്നു കാട്ടുന്ന യേശുവിനെ സഹിക്കുവാൻ നമുക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഏതു തരം യേശുവിനെയാണ് നാം ആരാധിക്കുന്നത് എന്നതല്ല, ഏതു തരം യേശുവിനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുന്നത് എന്നതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. എങ്കിലും ഈ കഥ വെറും കുറ്റപ്പെടുത്തലുകളിൽ അവസാനിക്കുന്നില്ല. യൂദായെ കാണിച്ചു തന്ന ഇതേ ചരിത്രം തന്നെയാണ് തളരാതെ നിന്ന, അവസാനം വരെ നിന്ന സ്ത്രീകളെയും നമുക്ക് കാണിച്ചു തരുന്നത്. അവസാനം ധീരതയോടെ മുന്നോട്ട് വന്ന അരിമത്യക്കാരൻ ജോസഫിനെയും നിക്കോദമോസിനെയും അവിടെ നമുക്ക് കാണാം. പരാജയപ്പെട്ടെങ്കിലും തിരികെ വന്ന പത്രോസിനെയും നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും അവനെ തള്ളിക്കളയുമോ എന്നതല്ല ചോദ്യം. ഈ തിരിച്ചറിവുണ്ടാകുന്നത് നാശനഷ്ടങ്ങൾക്ക് മുൻപാണോ അതോ ശേഷമാണോ എന്നതാണ് പ്രസക്തമായ കാര്യം. ആത്മീയമായ ഏറ്റവും സുരക്ഷിതമായ നിലപാടിതാണ്. യേശു ഇന്ന് വന്നാൽ നാം ഉറപ്പായും അവനോടൊപ്പം നിൽക്കുമെന്ന് അഹങ്കരിക്കാതിരിക്കുക. ശിഷ്യന്മാരും അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ ആ മണിക്കൂർ വന്നപ്പോൾ അവരുടെ ഉറപ്പുകൾ എത്രത്തോളം പൊള്ളയാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് ഇന്ന് നാം മറ്റൊരു ക്രൂശ് പണിയുമോ എന്നതല്ല നമ്മെ അസ്വസ്ഥമാക്കേണ്ട ചിന്ത. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യാൻ കഴിയുന്ന മനുഷ്യരായി നാം മാറിയോ എന്നതായിരിക്കണം നമ്മെ മതിക്കേണ്ട ചിന്ത. അതേ അധികാരത്തോടെ, അതേ വിശുദ്ധിയോടെ, അധികാരവർഗത്തെ പ്രീണിപ്പിക്കാതെ അവൻ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നാൽ നാം അവനെ സ്വീകരിക്കുമോ? അതോ വരൂ നമുക്കവനെ ക്രൂശിക്കാമെന്ന് ആക്രോശിക്കുമോ? അതോ അവനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു യേശുവിനെ തേടിപ്പോകുമോ? ഇതാണ് പ്രസക്തമായ ചോദ്യങ്ങൾ.